കാരണം അത്രയും നല്ലൊരു വ്യക്തി നമുക്ക് കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഞാൻ നോക്കുമ്പോഴേ നമ്മളുടെ കുട്ടികൾ ഭൂരിഭാഗം പേരും എൻജോയ് ചെയ്യുന്ന പ്രോഗ്രാം ഏതാണെന്ന് വെച്ചാല് സ്റ്റാർ മാജിക്കിലെ അല്ലേ? സ്റ്റാർ മാജിക് ആണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒന്നത് 2 ഉപ്പുമുളക്. ഇതാണ് ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം ഇപ്പൊ 1000 എപ്പിസോഡാണ് ആവുന്നത്. 1000 അല്ലേ? 1000 നമുക്കറിയാം, ഒരു 1000 എപ്പിസോഡ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന നിസ്സാര കാര്യമല്ല. അപ്പൊ അത് അങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് നമ്മുടെ മുന്നിലുള്ളത്, അനൂപ് ജോർജ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇതിനു മുൻപും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പ്രോഗ്രാം ചെയ്തതിനേക്ക് അവാർഡ് വരെ, സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹം നല്ലൊരു സിനിമ ചെയ്ത് ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹം 2 വാക്ക് സംസാരിക്കാൻ നമ്മളെ വിളിക്കാം. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വിളിച്ചതിന് വളരെ താങ്ക് യു. നല്ലൊരു വലിയൊരു ഫംഗ്ഷൻ ആവുന്ന ആദ്യം വിചാരിച്ചില്ല. ഡോക്ടർ പറഞ്ഞ ചെറിയ മീറ്റപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് നേരം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഞാൻ തുടങ്ങാം. സ്റ്റാർ മാജിക് ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഞങ്ങളുടെ ഫ്ലോറുകളിൽ ഒരുപാട് ഓഡിയൻസ് എല്ലാം വരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, എല്ലാ കുട്ടികൾക്കും സ്റ്റാർ മാജിക് ഒക്കെ ഇഷ്ടമാണ്, ഉപ്പുമുളക് ഇഷ്ടമാണ്. എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞങ്ങളത് 1000 എപ്പിസോഡുകൾ ചെയ്തിട്ടും ഞങ്ങൾ അതിന്റെ സീക്രട്ട് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത്, ഞാനിവിടെ അത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും പേര് ഇവിടെ കാണും. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അവിടെ വെച്ച് കുറച്ച് പിള്ളേരിന്ന് സ്റ്റാർ മാജിക്കിന്റെ ഫാനാണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനും പിന്നെ ബിനീഷിന്റെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു, പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം വളരെ ആദർശികമായിട്ടാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. കാരണം ബിനീഷ് കഴിഞ്ഞൊരു ദുബായ് ഫംഗ്ഷനിൽ വെച്ചാണ് ഡോക്ടറെ പരിചയപ്പെട്ടത്. അപ്പം എൻ്റെ വീട് മണ്ണുത്തിയിലാണ്. ആ സമയത്ത് ഞാൻ ബിനീഷിൻ്റെ കൂടെ ഒരു കമ്പനിയായിട്ട് മാത്രം വന്നതാണ്. അപ്പോഴാണ് ഡോക്ടർ പറ്റി ഞങ്ങൾ സംസാരിക്കുകയും ഡോക്ടർ ഇത്രയും വലിയ ജീനിയസ് ആണെന്ന് ഞാൻ ആ സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ ഡോക്ടറെ കണ്ടുമുട്ടാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്, വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നു, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കാൽ വെച്ച് നടത്തിച്ചു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളും ആ ആകാംക്ഷയിലും പ്രതീക്ഷയോടും കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കെന്നറിയാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഡോക്ടർക്ക് താങ്ക്സ് ആണ്. ഇത്രയും നല്ലൊരു സ്ഥലത്തേക്കാണല്ലോ ഞാൻ വന്നതെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്, ഇന്നലെയാണ് അറിഞ്ഞത്. ഒരുപാട് ഇതുണ്ടായിരുന്നു, ഡോക്ടറുടെ മോട്ടിവേഷൻ ക്ലാസ്സുണ്ടായി. ഞങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതാണ്, കഷ്ടപ്പെട്ടാണ് നിങ്ങളൊക്കെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയോ വന്നു ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനിടയിൽ ഡോക്ടറുടെ കുറച്ച് വാക്കുകളും ഡോക്ടറുടെ തെറാപ്പികളൊക്കെ വളരെ ഗുണം ചെയ്തു. അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ട് ആസ്വദിക്കുന്നുവെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നു അല്ലേ? അതിന്റെ സീക്രട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്കറിയാം, നമ്മളൊരു സീരിയൽ കാണണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ഇങ്ങനെ പോകുന്ന ഭാഗത്തിട്ട് പിന്നെ താഴ്ചയിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവുക, സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കൊല്ലോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളുടെ സ്ട്രെസ് ഹോർമോൺ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ പയ്യെ നമ്മളെ രോഗത്തിലേക്ക് പോവാണ് ചെയ്യുക. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഈ കാണുന്ന പ്രോഗ്രാമുകൾ നമ്മളെ കുറെ ചിരിപ്പിക്കുക ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഗുണം. ഒരു എപ്പിസോഡിൽ കുറെ ചിരിച്ചു, അത് കഴിഞ്ഞു. പക്ഷെ ആ ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിരിക്കുമ്പോൾ എന്തൊക്കെയാ നമുക്ക് സംഭവിക്കാന്നറിയോ? നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം, നമ്മളെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞത് മെയിനായിട്ട് 4 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഒരു സെറട്ടോണിൻ എന്നുള്ള ഒരു ഹാപ്പി ഹോർമോണാണ്. നമ്മൾ ശരിക്കും ഈ സെറട്ടോണിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, സൂയിസൈഡ് മൈൻഡ് വരിക,
സ്ട്രെസ്, ടെൻഷനുകൾ, ആവശ്യമില്ലാത്ത ഡിപ്രഷൻ വരാം, പേടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ സെറട്ടോണിന്റെ അളവ് കൂട്ടാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഇങ്ങനത്തെ പ്രോഗ്രാമാണ്, ഇങ്ങനെ ചിരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ നമ്മളുടെ ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളായാലും അവരുടെ മൈൻഡിലും പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വരും. അപ്പൊ നമ്മൾ സെറട്ടോണിനും അതുപോലെ തന്നെ ഓക്സിറ്റോക്സിൻ ഉള്ള ഹോർമോണാണ് നമ്മളുടെ, അതായത് നമ്മൾ ഹാപ്പി ഹോർമോൺ തന്നെയാണ്. നമുക്ക് ലവ് ഹോർമോൺ എന്ന് പറയും, നമുക്ക് സ്നേഹം ഉണ്ടാക്കുന്ന ഹോർമോൺ. പിന്നെ അതിനോടൊപ്പം ഇപ്പൊ ഞാനിവിടെ വരുമ്പോ കുട്ടികളെ മെയിനായിട്ട് എനിക്കുള്ള പേരുദോഷം എന്താ വെച്ചാൽ കുട്ടികളെ ഞാൻ കരയിപ്പിക്കുന്നു, അതാണ് പേരുദോഷം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൽ കുറച്ച് വേദനകൾ ഞാനിങ്ങനെ തരുമ്പോ ബോഡി പെയിൻ വരുന്നതിനനുസരിച്ച് എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എൻഡോർഫിൻ ബോഡിയിൽ ഞാൻ ഈ പെയിൻ കൊടുക്കുമ്പോൾ എൻഡോർഫിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് വേദന അറിയാണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പെയിൻ പോലും നമുക്ക് വലിയൊരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. എൻഡോർഫിൻ ബോഡിയിലുണ്ടെങ്കിൽ അതറിയില്ല. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഈ ഗുസ്തി താരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ബോക്സിംഗ് താരങ്ങളൊക്കെ ഇടി കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അവന് എന്തോരം വേദന ഉണ്ടാവും, അവന് ഇടി കിട്ടിയിടിക്ക് അവന്റെ എൻഡോർഫിന്റെ അളവ് കൂടിയിരിക്കുക, അവന് പെയിൻ അറിയുണ്ടാവില്ല. അതുപോലെ നമുക്കറിയാം, ഇവിടെ വന്ന കുട്ടികൾ ആദ്യത്തെ ദിവസം കരയും, പിന്നെ കരച്ചിലൊന്നും ഉണ്ടാവില്ല, പിന്നെ എന്നെ ഇഷ്ടമാവും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ബോഡിയിൽ എൻഡോർഫിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ സീക്രട്ട്. അപ്പൊ നമ്മൾ ആ പെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി കുടുങ്ങിക്കെടുക്കുന്ന നെർവുകളെ നമ്മൾ പുറത്തേക്ക് ചാടിക്കുമ്പോഴാണ് ഈ വേദനയായിട്ട് വരുന്നത്. ഞാൻ അതും കൂടി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സീരിയലിന്റെ ഗുണം എങ്ങനെയുണ്ട് നിങ്ങൾ ഇതും കൂടി പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യണ എൻ്റെ ഒരു ഇതും കൂടി മനസ്സിലാക്കാനാണ്. പിന്നെ ഡോപ്പമിൻ എന്നുള്ള ഹോർമോണിൽ ആണ് നമ്മൾ കൂട്ടുന്നത്. ഡോപ്പമിൻ പറയുമ്പോഴാണ് പല ഇതിലേക്ക് പാർക്കിൻസൺസ് തുടങ്ങി പല രോഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ മാജിക് കാണാം. ഓക്കെ, അപ്പൊ അതില് സ്റ്റാർ മാജിക്കില് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം സ്വന്തമായിട്ട് കുറെ പാട്ടൊക്കെ പാടി നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ടീമേന്ന് വിളിച്ച് ചിരിപ്പിക്കുന്ന ഒരാളുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാനിപ്പോ അദ്ദേഹം അവിടെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ അവിടെ ഒരു കുട്ടീനെ